മുത്തിനബി പഠിപ്പിക്കുമ്പോ നിനക്ക് വാപ്പ വേണ്ട, ഉമ്മ വേണ്ട, ഭാര്യ വേണ്ട, മക്കള് വേണ്ട, കൂടപ്പറപ്പ് വേണ്ട, ഒരാളുടെയും ആവശ്യം നിനക്കില്ല. ഒരേ നാട് ഖുർആൻ കൊണ്ടുപോകുമടാ നിന്നെ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന ഖുർആനുമായിട്ടൊരു ബന്ധമുണ്ടാക്കിയെടുക്കുക. ഒന്നാമത്തെ പ്രതിഫലമെന്താ? ഒരിക്കലും പടച്ചവനെ നിന്റെ ബുദ്ധി ഒന്നാകും തിരിച്ചു കളയൂല. എന്ന് പറയുന്ന അവസ്ഥ, പടച്ചവനെ ആരാരെയും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ നിനക്ക് തരൂല വാപ്പാ. വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ പ്രതിഫലമെന്താ? ഖുർആനുമായിട്ടൊരു ബന്ധമുണ്ടാക്കിയാൽ അല്ലാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം നല്ല മരണമാ. നല്ല മരണം തരും പെങ്ങളെ. അല്ലാഹുവിന്റെ ഖുർആനുമായിട്ടൊരു ബന്ധമുണ്ടാക്കിയെടുത്താ നല്ല മരണം തരും പെങ്ങളെ. എപ്പോഴും പറയുമല്ലോ ഉസ്താദേ, ഈമാനുള്ള ഒരു മരണം കിട്ടാ ദുആ ചെയ്യണേ, ആഖിറത്ത് നന്നാകാ ദുആ ചെയ്യണേ, ശഹീദിന്റെ കൂലി കിട്ടുന്ന മരണം കിട്ടാ ദുആ ചെയ്യണേ. വെറുതെ കിട്ടില്ല ചെറുപ്പക്കാരാ, നല്ല മരണം വെറുതെ കിട്ടില്ല പെങ്ങള്. ആരാണെന്നറിയോ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നഫീസത്തുൽ ചരിത്രമൊന്ന് വായിച്ചു നോക്കണം പെങ്ങള്. ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യത്തേക്ക് കടന്നു ചെല്ലുമ്പോ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹയുടെ മഖാമ കാണാമുമ്മ. മനോഹരമെന്നറിയുമോ? ഈജിപ്തിന്റെ രാജകുമാരിയെ പോലെ പടച്ചവനെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച മനോഹരമായ സുഗന്ധമടിക്കുന്ന ഒരു ദർഗ കാണായ നഫീസത്തുൽ മിസ്രിയ. ആരാണെന്ന് പഠിച്ചു നോക്കണേ പെങ്ങള്. നഫീസത്തുമാരെ വായിക്കാൻ അറിയില്ലെങ്കിൽ ആ മഹദികളുടെ ചരിത്രമൊന്ന് വായിച്ചു നോക്കണം പെങ്ങള്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, വിശുദ്ധമായ ഖുർആൻ ഓതിയിട്ടൊരു പ്രഭാഷണം നടക്കുകയാ. പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുമ്പോ ജീവിതത്തെ കുറിച്ച് പറയുന്ന ആയത്തിങ്ങനെ കേട്ടപ്പോ നഫീസത്തുൽ മിസ്രിയ ബോധം കെട്ട് താഴെ വീഴുകയാണ്. പ്രഭാഷണം കഴിഞ്ഞു. വന്നവരെല്ലാവരും പിരിഞ്ഞുപോയി. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ ബോധം തിരിച്ചു വന്നപ്പോ എഴുന്നേറ്റ് ഓടുകയാ. തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് അല്ലാഹുവേ, മണ്ണ് കുടിക്കുന്ന ഒരായുധമെടുത്തുകൊണ്ട് വന്ന് തന്നെ നിസ്കരിക്കുന്ന സ്ഥലത്ത്, അതാ നിസ്കരിക്കാൻ ഉപയോഗിച്ചിരുന്ന സ്ഥലമുണ്ടല്ലോ, മുസല്ലികളെടുത്ത് മാറ്റുകയാ. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹാ തന്റെ വീടിന്റെ അകത്ത് ഖബർ കുടിക്കുകയാ. ധൈര്യമുണ്ടോ പെങ്ങള്? നഫീസത്തുൽ മിസ്രി എന്ന് പറയുന്ന മഹദി ഉണ്ടല്ലോ, തന്റെ വീടിന്റെ അകത്ത് ഖബർ കുടിക്കുകയാണ്. അല്ലാഹുവേ, രാവും പകലും ആരുമറിയാതെ രാത്രിയിലാണ് ഖബർ കുടിക്കുന്നത്. അല്ലാഹുവേ, പകൽ മുഴുവനും നഫീസത്തുൽ മിസ്രിയാണ് നോമ്പാണ് പെങ്ങള്. രാത്രിയിലാണ് ഖബർ കുടിക്കുന്നത്. അവസാനം ഖബറിന്റെ പണി കഴിഞ്ഞപ്പോ സമയത്ത് നഫീസത്തുൽ മിസ്രിയുടെ കണ്ടടങ്ങൾ നിറയുകയാ. ഖബറിലെ മണ്ണ് പോലും നനയുകയാ. അങ്ങനെ വീടിന്റെ അകത്ത് ഖബർ കുടിച്ചു കഴിഞ്ഞപ്പോ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹു പോയി ഉദുവെടുക്കുകയാണ്. അല്ലാഹുവേ, ഖബറിനകത്ത് ഇറങ്ങിയിട്ട് 10,000 റക്അത്ത് നിസ്കരിച്ചു. ഖബറിനകത്തിരുന്നിട്ട് നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹാ ഖബറിനകത്തിരുന്ന് 10,000 റക്അത്ത് നിസ്കരിച്ചു. അല്ലാഹുവേ,
പിടിച്ചുകൊണ്ട് കബറിനകത്തിറങ്ങിയിട്ട് പരിശുദ്ധമായ ഖുർആൻ 1000 പ്രാവശ്യം ഖത്തം തീർത്തു പെങ്ങളെ. 1000 ഖത്തമാണ് കബറിനകത്തിരുന്ന് ഓതിയതെന്ന് ചരിത്രം പറയുകയാ പെങ്ങളെ. ഖുർആനിലെ ചില ആയത്തുകൾ പാരായണം ചെയ്യുമ്പോ ബോധം കെട്ട് കബറിനകത്ത് വീടുമായിരുന്നു. ഏറ്റവും കൂടുതൽ നഫീസയെ ഭയപ്പെടുത്തിയിരുന്ന ആയത്തേതാ? സൂറത്തുൽ മുസമ്മിലിലെ ലദൈനാ അൻകാരം വജഹീമാ. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോ നഫീസ കരഞ്ഞുകൊണ്ട് ബോധം കെട്ട് വീഴുമായിരുന്നു. അങ്ങനെ പടച്ചവരെ നഫീസയിലും തോലുമായി രോഗിയായി കണ്ണൊക്കെ കുഴിഞ്ഞു. എല്ലുകളൊക്കെ പടച്ചവനെ വല്ലാത്തൊരവസ്ഥയിലായി. കുടുംബക്കാർക്ക് കണ്ടപ്പോ വല്ലാത്ത സങ്കടമായി. നഫീസ കുടുംബക്കാർ മുഴുവനും നഫീസത്തിന് ശരിയാടെ ചാരത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, നഫീസ എന്തൊരു ഗ്ലാമറായിരുന്നു നഫീസ, നിന്നെ കാണാൻ എന്തഴകായിരുന്നു നഫീസ, കണ്ണൊക്കെ കുഴിഞ്ഞു പോയല്ലോ നഫീസ, എല്ലാം തോലുമായല്ലോ, എല്ലാം തോലുമായല്ലോ, പോയല്ലോ നഫീസ. എന്തിനാ എല്ലാ ദിവസവും നീ ഇങ്ങനെ നോമ്പ് പിടിക്കുന്നത്? എന്തിനാ എല്ലാ ദിവസവും നീ നോമ്പ് പിടിക്കുന്നത്? എന്തിനാണ് നഫീസ നീ ഉറക്കമൊഴിയുന്നത്? നിനക്ക് ഓരോ ദിവസം ഇടപെട്ട് നോമ്പ് പിടിച്ചാ പോരെ? നീ ഒന്ന് ഉറങ്ങിക്കൂടെ നഫീസ? ഇല്ലെങ്കിൽ നീ മരിച്ചു പോകും നഫീസ. കണ്ടിട്ട് സങ്കടം തോന്നുന്നു നഫീസ. കുടുംബക്കാര് മുഴുവൻ നഫീസത്തിലും ശരിയാന ഉപദേശിക്കുകയാ. ഉപദേശിക്കുമ്പോ കരയുകയാണ്. എന്നിട്ട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? 30 കൊല്ലമായി ഞാൻ അല്ലാഹുവോട് ചോദിക്കുന്നത് രണ്ടേ കാര്യമാ. 30 കൊല്ലമായിട്ട് ഞാൻ പടച്ചവനോട് ചോദിക്കുന്നത് രണ്ടേ കാര്യമാണ്. എന്താണ് എന്റെ രണ്ടാഗ്രഹം എന്നറിയോ? നോമ്പുകാരിയാക്കി മരിപ്പിക്കണേ അല്ലാ. മരിക്കുമ്പോ എന്നെ നോമ്പുകാരിയായി മരിപ്പിക്കണം തമ്പുരാനെ. ഒരു പെണ്ണിന്റെ രണ്ടാമത്തെ ആഗ്രഹം എന്താ? നിന്നെ പോലെ വികാരമുള്ള വിചാരമുള്ള, നിന്നെക്കാലം കാണാനഴകുള്ള, പച്ചയിറച്ചിയുള്ള നഫീസത്തിൽ സിരിയ എന്ന് പറയുന്ന പെണ്ണ് 30 കൊല്ലം അല്ലാഹുവോട് ദുആ ചെയ്തതൊന്ന് മരിക്കുമ്പോ നോമ്പുകാരിയായിട്ട് മരിക്കണം. രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? ഖുർആനോദി മരിക്കണമല്ലാ. ഖുർആനോദിയിട്ട് മരിക്കണമല്ലാ. പടച്ചവനെ നഫീസത്തിൽ മിസ്രിയുടെ രണ്ടാമത്തെ ആഗ്രഹമാ. അതുകൊണ്ട് അതിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അത്രത്തോളം നഫീസക്ക് ഇഷ്ടപ്പെട്ടിരുന്ന പെങ്ങള് കുടുംബക്കാര് പരാജയപ്പെട്ട് മടങ്ങി പോവുകയാണ്. നിങ്ങളുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്കൂ. അല്ലാഹുവേ, അവസാനം മരണമെടുത്തെന്ന് മനസ്സിലായപ്പോ പോയി കുടിച്ചെറിയാവുകയാണ്. സ്വന്തമായിട്ട് അവിടെ നിന്ന് കുടിച്ചെറിയാവുകയാണ്. എടുത്തുകൊണ്ട് കുടിച്ചിട്ടിരുന്ന കബറിന്റെ ചാരത്തേക്ക് കടന്നു വരികയാ. മരിക്കാനുള്ള തയ്യാറെടുപ്പോട് മരണത്തിന് വേണ്ടി തയ്യാറെടുത്ത് കടന്നു ചെല്ലുമ്പോ വരുന്ന മലകുൽ മൗത്ത് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് സലാം പറന്നുകൊണ്ട് കടന്നു വരികയാ. മരിക്കുന്ന ദിവസം നോമ്പുകാരിയാ, മരിക്കുന്ന ദിവസം നോമ്പുകാരിയാ. 30 കൊല്ലം പടച്ചവനോട് ദുആ ചെയ്ത് നേടിയെടുത്തതാണ്. മരിക്കുന്ന ദിവസം നോമ്പുകാരിയായിരുന്നു. റബ്ബേ, അവിടുന്ന് ഖുർആൻ ഓതിയിട്ടാണ് ലോകത്തോട് വിട പറഞ്ഞത്. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തിട്ടാണ് നഫീസത്തുൽ മിസ്രിയ ലോകത്തോട് വിട പറഞ്ഞത്. പഠിക്കണം പെങ്ങള്, ഖുർആനുമായി
ഖുർആനുമായിട്ടൊരു ബന്ധമുണ്ടാക്കിയെടുക്കണം, ഖുർആനിനെ മനസ്സിലാക്കണം, അതിനെ ആദരിക്കണം, അതിനെ ബഹുമാനിക്കണം. അപ്പോഴാണ് അല്ലാഹു നല്ല മരണം തരുന്നത്. എന്റെ ചെറുപ്പക്കാരാ, മദീനത്ത് പോകുമല്ലോ, ജന്നത്തുൽ ബഖീയിൽ പോകുമല്ലോ,